സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ധൂപവർക്കത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ കൂടെ ദൂതൻ്റെ കയ്യിൽ നിന്നും ദൈവത്തിൻ്റെ കയറി. വെളിപാട് പുസ്തകം 8-4 വാക്യം. ഒരൊറ്റ പ്രാർത്ഥന ഒരു മണത്തരി പോലെ ഭാരിച്ചൊരു കാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ വരവിൽ പ്രാർത്ഥനയുടെ ശക്തമായ പങ്കിനെക്കുറിച്ച് തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നു. വെളിപാട് 8 ദൈവസിംഹാസനത്തിന് മുമ്പുള്ള ധൂപപീഠത്തിനരികിൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ അടങ്ങുന്ന ഒരു സ്വർണ്ണ ധൂപകലശം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന യോഹന്നാൻ കാണുന്നു. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിൻ്റെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ദൂതൻ തീയും പ്രാർത്ഥനയും നിറഞ്ഞ ധൂപകലശം എറിഞ്ഞ ഉടനെ ഈ പഴയ ഭൂമിയുടെ അവസാന നാളുകളും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അറിയിച്ചുകൊണ്ട് 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. നമ്മൾ പ്രാർത്ഥന പ്രത്യേകിച്ച് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കില്ല. പക്ഷേ ദൈവം ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്തുന്നില്ല. അവൻ്റെ രാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവ ഏതെല്ലാം നിലയിൽ ഒരു പങ്ക് വഹിക്കുന്നു എന്നറിയുവാൻ അവൻ അവയെ വളരെയധികം വിലമതിക്കുന്നു. ഏറ്റവും ചെറിയ പ്രാർത്ഥനയ്ക്ക് നമുക്ക് തോന്നുന്നവ അവനെ സംബന്ധിച്ച് ഭൂമിയെ കുലുക്കുന്ന ഭാരമുള്ളവയാണ്. ദൈവരാജ്യ വരുന്നതിനായി നാം പ്രാർത്ഥിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്തെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥന വിശ്വസിച്ച് നിലകൊള്ളുവാനാവും? സ്വർഗപിതാവേ, എൻ്റെ പ്രാർത്ഥനകൾ അങ്ങേക്ക് വളരെ പ്രധാനമായ നന്ദി പറയുന്നു. ഇന്നത്തെ പ്രാർത്ഥന വിശുദ്ധ പ്രവർത്തിക്കൊണ്ട് അങ്ങയുടെ രാജ്യത്തിനായി ഒരുങ്ങുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ. കഴിഞ്ഞ രാജ്യക്കാലം വരാവുന്ന ആപത്താവുന്ന രോഗദുഃഖങ്ങളും മരണത്തിനും ദൈവം നമ്മെ കാത്തുവച്ചു. പുതിയ രാജ്യക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.